കൂടെ നിൽക്കുന്നവനെ ജീവൻ കൊടുത്തും ഭായ് സംരക്ഷിക്കും. ഭായ്ക്കിട്ട് പണി കൊടുത്തവന്മാരെ ഒന്നിനെപ്പോലും വെറുതെ വിട്ടിട്ടില്ല. ഭായ് നസീർ എന്ന പേര് കേട്ടാൽ കൊച്ചി വിറച്ചിരുന്നൊരു കാലമുണ്ട്. കുണ്ടന്നൂർ തമ്പിയുടെ ഗ്യാങ് വഴിയാണ് നസീർ ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകൾ. മരടനീഷിനെ പോലെയുള്ള ഗുണ്ടാ തലവന്മാരുടെ ആശാൻ. എന്നാൽ അവസാന കാലം രോഗത്തോട് പടപൊരുതിയായിരുന്നു അയാളുടെ ജീവിതം. ഒടുവിൽ വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുന്നു. തൊണ്ണൂറുകളിലും 2000-ന്റെ തുടക്കത്തിലും ഓരോ പ്രദേശവും ഓരോ ഗുണ്ടാസംഘം നിയന്ത്രിച്ചിരുന്ന ഒരു കാലം എറണാകുളത്തിനുണ്ടായിരുന്നു. കുണ്ടന്നൂരിൽ തമ്പിയും, വൈറ്റിലയിൽ വെട്ടിൽ സുരേഷും, തമ്മനത്ത് ഷാജിയും, തേവരയിൽ മകുടിക്കുട്ടനും, ഏലൂരിൽ ചൌക്ക സാജുവും അടക്കി വാണിരുന്ന കാലം. അക്കാലത്ത് ഗുണ്ടാപ്പടകളും ധാരാളമായിരുന്നു. ഇതിലൊരു ഗുണ്ടാപ്പടയായിരുന്നു 18 കമ്പനി. 19 ഗുണ്ടകളുണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പൊക്കം കുറവായതിനാലാണ് ഈ പേര് വന്നത്. ഇക്കാലത്താണ് ഭായ് നസീർ കളത്തിലിറങ്ങി തുടങ്ങിയതും. കുണ്ടന്നൂർ തമ്പിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഭായ് നസീർ സ്വന്തമായി ഗ്യാങ് ആരംഭിച്ചു. പിന്നീട് കൊച്ചി എന്ന അധോലോകത്ത് ഭായ് നസീറും തന്റെ സാമ്രാജ്യം സൃഷ്ടിച്ചു. കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കേസുകൾ. കൊട്ടേഷൻ ഇടപാടുകളും സെറ്റിൽമെന്റും നടത്താൻ ഗുണ്ടാപ്പട. ഭായ് നസീറിന്റെ ശിഷ്യനായിട്ടാണ് മരടനീഷിന്റെ വരവ്. 2004 വരെ ഭായിയുടെ സന്തത സഹചാരിയായിരുന്ന മരടനീഷും സ്വന്തമായി ഗ്യാങ്ങിനെ ഇറക്കി. വളരെ പെട്ടെന്ന് തന്നെ മരടനീഷും ഭായ് നസീറും ശത്രുക്കളായി. 2007 ജനുവരി 10 രാത്രിയിൽ ഭായ് നസീറിന് നേരെ അനീഷും സംഘവും ആക്രമണം നടത്തി. ബൈക്കിൽ വരികയായിരുന്ന നസീറിനെ വൈറ്റില തൈക്കൂടത്ത് വെച്ച് അനീഷും സംഘവും തടഞ്ഞു നിർത്തുകയായിരുന്നു. തോക്കും വടിവാളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നസീറിന്റെ ഇടത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിന്റെ പകരം വീട്ടലും മണിക്കൂറുകൾക്കുള്ളിൽ നടന്നു. ഭായിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ചരിത്രവുമുണ്ട്. വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഭായ് നസീർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ സഹായത്തോടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.